ഹലോ, ഞാൻ ദിശ. ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹലോ, ടെക് ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇനി മുതൽ വരുന്ന വീഡിയോസ് എല്ലാതും ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഇതുപോലെ ഒത്തിരി ഗവൺമെന്റ് ജോബ്സിന്റെ വാക്കൻസീസും അതുപോലെ തന്നെ ബാങ്ക് ജോബിന്റെ വാക്കൻസീസ്, അങ്ങനെ ഒത്തിരി ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കും കേട്ടോ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നത്. നമ്മുടെ ഈ ഒരു ഓൺലൈൻ ജോബിൻ്റെ റിവ്യൂസൊക്കെ നമ്മുടെ മെയിൻ ചാനലിലാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ട്വിൻ ഗേറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഓൺലൈൻ ജോബ്സിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ജോബിൻ്റെ വാക്കൻസീസൊക്കെ നമ്മൾ ഈവനിങ് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ ഒരു ടെക് ടിപ്സിൻ്റെ ചാനലിൽ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും വീഡിയോസ് വരുന്നത്. നിങ്ങൾ ശരിക്കും ഒരു സാലറിയോട് കൂടിയിട്ടുള്ള ഒരു ജോബ് നോക്കുന്നവരാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് വരുന്ന ഒത്തിരി ഗവൺമെൻറ് ജോബ്സിൻ്റെയും അതുപോലെ തന്നെ ബാങ്ക് ജോബ്സിൻ്റെയും അങ്ങനെ ലെജിറ്റ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള കമ്പനീസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ജോബുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ഇനി മുതൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇത്തരത്തിലുള്ള ജോബ് പോസ്റ്റിംഗ് വരുമ്പോൾ നിങ്ങൾക്കറിയാം അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഉടനടി ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അത്തരത്തിൽ നല്ലൊരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. നിങ്ങളിൽ ആരെങ്കിലും നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം നഴ്സിംഗ് പഠിച്ചവരെ അല്ലെങ്കിൽ നഴ്സിംഗ് ജോലി ചെയ്യുന്നവർക്ക് അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം എയിംസിൽ ഉള്ള അപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്ത് എക്സാമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അത് വർക്ക് ചെയ്യാമെന്നുള്ളത് എയിംസിലൊക്കെ. അപ്പോൾ അതിനെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. സോ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് വിവിധ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഴ്സിംഗ് ഓഫീസർ നിയമനത്തിനാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന എലിജിബിലിറ്റി ടെസ്റ്റ് നോർസെറ്റ് എന്നാണ് പറയുക. അത് നമ്മൾ പാസ്സാവണം, എന്നാലാണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ജോബ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു പ്രിലിമിനറി എക്സാം നടക്കുന്നത് ഏപ്രിൽ 12 ആയിരിക്കും കേട്ടോ. ബാക്കി ഉള്ള 2 ഘട്ടങ്ങളിലായിട്ട് ഓൺലൈനിൽ തന്നെയായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരും ഒഴിവുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് BSc നഴ്സിംഗോ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗോ പഠിച്ചിരിക്കുന്ന ആളായിരിക്കണം. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. അത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം. ഒപ്പം തന്നെ BSc നഴ്സിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്നവരായിരിക്കണം. അവർക്കാണ് ഈ ഒരു ഇതിന് അപ്ലൈ ചെയ്യാനും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഈ ഒരു എയിംസിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ ത്രൂ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ഇവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷനൊക്കെ മറ്റുള്ള വെബ്സൈറ്റ്സിലൊക്കെ ചിലർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ത്രൂ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാനൊന്നും പാടില്ല. ഇതിൻ്റെ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 30 ആണ് കേട്ടോ. അതായത് 30 വയസ്സിന് മുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. അതിൽ SC ST 2400 രൂപയാണ് വരുന്നത്. ബാക്കിയുള്ളവർക്ക് 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. അതിൽ ഭിന്നശേഷിക്കാരായ അപേക്ഷകർക്ക് ഫീസ് ഇല്ല. ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെയാണ് സാധാരണ മോഡ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക, പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കുക. അതിനുശേഷം ആ ഒരു ഡേറ്റിൻ്റെ അന്ന് ഹോൾ ടിക്കറ്റൊക്കെ വരും. അതിനുശേഷം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. നോർമലി PSc അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം. അതിൻ്റെ അപേക്ഷിക്കേണ്ട ആ ഒരു ലിങ്ക് ഇവിടെ ഞാൻ ടെക്സ്റ്റായിട്ട് വെച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഇത് ഡിസ്ക്രിപ്ഷനിലും കൂടെ കൊടുത്തേക്കാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
ഇതിൻ്റെ അകത്ത് അപേക്ഷിക്കുന്നതിനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് മാർച്ച് 17 വരെ മാത്രമാണ്. മാർച്ച് 17 ശേഷം ഇവർ അപേക്ഷകളൊന്നും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് എലിജിബിളായിട്ട് തോന്നുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. നല്ലൊരു അവസരമാണ്. നല്ല എമൗണ്ട് ഓഫ് സാലറിയാണ് ഇതിൻ്റെ അകത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കൻസി തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് എലിജിബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്, അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇതുപോലത്തെ വാക്കൻസിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.